ഫിഫ ലോകകപ്പ് ആദ്യ മത്സരത്തിൽ മൊറോക്കയോട് സമനില വഴങ്ങി ബ്രസീൽ. മൊറോക്കയുടെ ഇസ്മയിൽ സായ്ബാരിയിലൂടെയാണ് മൊറോക്കയുടെ ആദ്യ ഗോൾ പിറന്നത്. എന്നാൽ 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂറിയയിലൂടെ ബ്രസീൽ സമനില പിടിക്കുകയായിരുന്നു. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പവർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിനെ കുറിച്ച് പറയുന്നത് ഗ്രൂപ്പ് സിയിലെ ഓപ്പണിംഗ് മാച്ച് ആയിരുന്നു. ഗ്രൂപ്പ് സിയിലെ ഓപ്പണിംഗ് മാച്ച് നമ്മൾ എല്ലാവരും കാത്തിരുന്ന മത്സരം, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം ലോകകപ്പ് കിരീടങ്ങളുടെ രാജാക്കന്മാർ 5 കിരീടമുള്ള ബ്രസീലും കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റായ മൊറോക്കയും തമ്മിലായിരുന്നു. മൊറോക്ക ആഫ്രിക്കൻ വമ്പന്മാരാണ്. ഈ മൊറോക്കയും ബ്രസീലും തമ്മിൽ നടന്ന ഈ മത്സരം 1-1 സമനിലയിലാണ് കലാശിച്ചത്. മത്സരത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ വരുമ്പോൾ 4-2-3-1 എന്ന ഫോർമേഷനിലാണ് ഇരു ടീമുകളും. ലോക പ്രശസ്തനായ കോച്ചാണ് ഇപ്പോൾ ബ്രസീലിന്റെ ആൻസലോട്ടിയും മൊറോക്കൻ കോച്ചും 4-2-3-1 എന്ന ഫോർമേഷനിലാണ് ടീമിനെ ഒരുക്കിയത്. 4-2-3-1 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫൻസീവിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുക, അതേ കണക്കെ അറ്റാക്കിൽ കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്ന എന്നൊരു ഫോർമേഷനാണ് പൊതുവെ 4-2-3-1 ഉപയോഗിച്ചാൽ കോച്ചുകൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു 30 മിനിറ്റോളം എനിക്ക് തോന്നുന്നു മൊറോക്കയുടെ ഒരു ആധിപത്യം തന്നെയായിരുന്നു. മൊറോക്കയുടെ ആധിപത്യം എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഹൈ പ്രസിംഗ് ഗെയിമാണ് ഒരു 30 മിനിറ്റോളം കളിച്ചത്. എപ്പോഴൊക്കെ ബ്രസീലിന്റെ ഭാഗത്ത് ബോൾ കിട്ടുന്നു, ബ്രസീലിന്റെ മിഡ്ഫീൽഡിന്റെ അടുത്ത് ബോൾ കിട്ടുന്നു, ഹൈ പ്രസ് നടത്തി ആ ബോൾ വിൻ ചെയ്യുകയും അത് ഒരു ചാൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസീലിന്റെ മിഡ്ഫീൽഡും ഡിഫൻസും ഒരു 30 മിനിറ്റോളം ഒരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു. അവരൊരു കൺട്രോൾ നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ 30 മിനിറ്റോളം ബ്രസീലിന്റെ കളിക്കാർ കളിച്ചത്. ഇതിന്റെ ഈ മൊറോക്കോയുടെ ഈ പ്രസിംഗ് തന്ത്രം തന്നെയാണ് അവരുടെ ആദ്യത്തെ ഗോൾ. 21-ാം മിനിറ്റിൽ ഇസ്മയിൽ സബീരി നേടിയ ഗോൾ. അത് വളരെ നല്ലൊരു ഗോളായിരുന്നു. ആലിസൺ 2 ഡിഫൻഡർ ബ്രേക്ക് ചെയ്ത് ആലിസൺ ബെക്കറുടെ മുകളിലെ കൂടെ ഒരു ചിപ്പ് ചെയ്ത ഒരു ഗോളായിരുന്നു 21-ാം മിനിറ്റിൽ ഇസ്മയിൽ സബീരി നേടിയ ഗോൾ. ഗോളിന് വഴിയൊരുക്കിയത് ഈ പ്രസിംഗിൽ വിൻ ചെയ്ത ബോൾ അവരുടെ 10-ാം നമ്പർ താരം ഡിയാസ് അസിസ്റ്റ് ചെയ്ത് സബീരി ഗോൾ ചെയ്യുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കളി പരിധിയിൽ വരുത്തുന്ന ഒരു ബ്രസീലിയാണ് നമ്മൾ കണ്ടത്. പിന്നീട് 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെയും ബ്രൂണോ ഗുമറസിന്റെയും ഒരു മുന്നേറ്റം, ഇടത് വിങ്ങിൽ ഇവർ പേരും കൂടി നടത്തിയ ഒരു മുന്നേറ്റം, ഗുമറസിന്റെ അസിസ്റ്റിൽ വിനീഷ്യസ് ജൂനിയർ തന്റെ തനതായ രീതിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾ നേടുകയുമാണ്. അങ്ങനെ 32-ാം മിനിറ്റിൽ 1-1 എന്ന നിലയിൽ ബ്രസീലും മൊറോക്കയും 1-1 എന്ന നിലയിലെത്തി. ഇതിനുശേഷം നടന്ന 32-ാം മിനിറ്റിന് ശേഷം നടന്ന ഒരു 15 മിനിറ്റോളം, ഏകദേശം ഒരു 15 മിനിറ്റോളം ബ്രസീൽ തന്നെയായിരുന്നു ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ രണ്ടാം പകുതിയിലെ ആദ്യത്തെ ഒരു 40 മിനിറ്റ് വിരസം തന്നെ എന്ന് പറയാം. ഇരു ടീമുകളും ബോൾ പൊസിഷൻ ചെയ്ത് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ഗോളുകളൊന്നും കണ്ടെത്താനോ ഒരു നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ടേക്ക് ഇരു ടീമുകളും 5 വീതം മാറ്റങ്ങളാണ് ഇരു ടീമുകളും വരുത്തിയത്. 45-ാം മിനിറ്റിൽ തന്നെ ആൻസലോട്ടി കാസിമീറയെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും പുതിയ കളിക്കാർ വന്നിട്ട് പോലും ഇരു ടീമുകൾക്കും ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ ഒരു 10 മിനിറ്റ് ആയിരുന്നു ഹൈ ഇന്റൻസീവ് ഫുട്ബോൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അവസാനത്തെ 10 മിനിറ്റിൽ പല നീക്കങ്ങൾ നടത്തി. 90+ മിനിറ്റിൽ മൊറോക്കോക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടി. അതുപോലെ തന്നെ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. ബ്രസീലിന് മുന്നേ മൊറോക്കൻ ഗോളി സേവ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ ടൂർണമെന്റിലെ ഒരു അതിമനോഹരമായ ഷോട്ട് തീർന്നതും 90+ മിനിറ്റിലായിരുന്നു. 90+7-ാം മിനിറ്റിൽ അവരുടെ 24-ാം നമ്പർ ഐനോയി എന്ന് പറയുന്ന മൊറോക്കൻ താരം ബോക്സിന് വെളിയിൽ നിന്ന് എടുത്ത അതിമനോഹരമായ ഷോട്ട് ആലിസൺ ബെക്കർ സേവ് ചെയ്ത് കളയുകയായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് ബി പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ സമനിലയിൽ തളച്ച ഖത്തർ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരം 1-1 എന്ന സമനിലയിലാണ് കലാശിച്ചത്. ഇതോടെ ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി ഖത്തർ പോയിന്റ് ടേബിളിൽ ഇടം പിടിച്ചു. ഖത്തറിന് വേണ്ടി കളത്തിലിറങ്ങുമെന്ന് പ്രതീക്ഷിച്ച മലയാളി താരം തഹസിൻ കളിച്ചില്ല. മത്സരത്തെക്കുറിച്ചുള്ള വിശകലനവുമായി പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പവർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് വേൾഡ് കപ്പിൽ 2 മത്സരങ്ങളാണ് നടന്നത്. പുലർച്ചെ 2 മത്സരങ്ങളാണ് നടന്നത്. ആദ്യത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ഗ്രൂപ്പ് ബിയിലെ രണ്ടാമത്തെ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡും ഖത്തറും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. മത്സരത്തിൽ 24-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് മത്സരത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും 24-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഒരു മലയാളി, ഒരു കണ്ണൂർക്കാരൻ തഹസിൻ ജംഷിദ് ഇന്ന് ഖത്തറിന്റെ ഡഗൌട്ടിലിരിക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്.
നമ്മൾക്ക് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ഇന്നത്തെ ആ ഒരു കാഴ്ച. അത് കഴിഞ്ഞ് മത്സരത്തിലേക്ക് കഴിഞ്ഞാൽ 70% പന്ത് കയ്യിൽ വെച്ചിട്ടും ഒരു സമനിലയിൽ ഒതുങ്ങേണ്ടി വന്നു സ്വിറ്റ്സർലൻഡിന് ഇന്നത്തെ മത്സരത്തിൽ. 2 ഗോളുകളാണ് ഈ മത്സരത്തിൽ പിറന്നത്. ആദ്യ ഗോൾ നേടിയത് 14 മിനിറ്റിൽ ലഭിച്ച ഒരു പെനാൾട്ടി. 17 മിനിറ്റിൽ അത് വാർച്ചയ്ക്കിന് ശേഷം 17 മിനിറ്റിൽ ബ്രീൽ എംബോള ഗോളാക്കി മാറ്റുകയായിരുന്നു. പെനാൾട്ടിയിലേക്ക് നയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അബുനാദ അവരുടെ സൂപ്പർ ഗോൾ കീപ്പർ എന്ന് തന്നെ പറയാം. ഇന്ന് അബുനാദ 7 സേവുകളാണ് ഈ മത്സരത്തിൽ നടത്തിയത്. ഖത്തറിന്റെ ഏറ്റവും ഹൈ പെർഫോമൻസ് നടത്തിയൊരു താരം അബുനാദ തന്നെയാണ്. അബുനാദയുടെ ഒരു ഫാൾട്ടിൽ കിട്ടിയ ഒരു പെനാൾട്ടി ആയിരുന്നു. അവരുടെ സ്വിറ്റ്സർലൻഡ് മിഡ്ഫീൽഡിനെ ഫൗൾ ചെയ്തതിന് കിട്ടിയ ഒരു പെനാൾട്ടി ബ്രീൽ എംബോള അതിമനോഹരമായി വലയിലെത്തിക്കുകയായിരുന്നു. അതിനുശേഷം കളിയുടെ ഫസ്റ്റ് ഹാഫിൽ ആധിപത്യം സ്വിറ്റ്സർലൻഡിന്റെ കൈവശം തന്നെയായിരുന്നു. സ്വിറ്റ്സർലൻഡ് അവസരങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഡിഫൻസീവ് ലൈൻ ബൗലം ഗൂഗിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ ക്യാപ്റ്റൻ ഖത്തറിന്റെ ക്യാപ്റ്റൻ ബൗലം ഗൂഗിയുടെ നേതൃത്വത്തിലുള്ള ഡിഫൻസീവ് ലൈൻ നന്നായി തന്നെ ഒരു ബ്രേവ് ഡിഫൻസ് തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് സ്വിറ്റ്സർലൻഡ് തന്നെയായിരുന്നു. എന്നിരുന്നാലും ആ അവസരത്തിനൊത്ത് കാത്തിരുന്ന ഖത്തർ, അങ്ങനെ തന്നെ പറയാം, അവസരത്തിനൊത്ത് കാത്തിരുന്ന ഖത്തറിന്റെ ഒരു അതിമനോഹരമായ ബിൽഡപ്പ് പ്ലേ, ഒരു കിക്ക് ബിൽഡപ്പ് പ്ലേ ആയിരുന്നു അത്. ഖത്തറിന് അധികം ചാൻസ് ഒന്നും കിട്ടിയില്ല. എന്നിരുന്നാലും അവരൊരു അധികവും കളിച്ചത് കൗണ്ടർ അറ്റാക്ക് രീതിയിലുള്ള ഒരു ഗെയിമായിരുന്നു. അതുപോലെ തന്നെ ഒരു കിക്ക് ബിൽഡപ്പ് പ്ലേയിലൂടെ 90+4 മിനിറ്റിൽ ഹോമാൻ അഹമ്മദ് നൽകിയ ഒരു അതിമനോഹരമായ ക്രോസ് എന്ന് പറയാം, ഒരു സ്റ്റണ്ണിംഗ് ക്രോസ്, അതൊരു സ്റ്റണ്ണിംഗ് ഹെഡറിലൂടെ അവരുടെ ക്യാപ്റ്റൻ ബൗലം ഗുഗുഗി ലോകകപ്പിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഹെഡറിലൂടെ ഗോൾ നേടുകയും 1-1 വിജയതുല്യമായ 1-1 സമനില കണ്ടെത്തുകയും ചെയ്തു. ഈ മത്സരത്തോടുകൂടി എല്ലാ ഇരു ടീമുകളും, ഗ്രൂപ്പ് ബിയിലെ 4 ടീമുകളും ഓരോ പോയിന്റ് വീതം നേടിയിരിക്കുകയാണ്. മത്സരത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്ന് പറയാം, പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അവരുടെ ഗോൾ കീപ്പർ അബുനാദ തന്നെയാണ്. അബുനാദയുടെ പെർഫോമൻസ് ആണ് ഈ കളിയെ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് ഖത്തറിനെ മാറ്റാൻ സാധിച്ചത്.